ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 3 ആപ്ലിക്കേഷനിൽ ചെറിയ അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. ഒന്ന് അരി ചെയിൻ, ഈ കാണുന്ന ഇതിൽ തന്നെ ഒരു അപ്ഡേറ്റ് 2-3 ദിവസമായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ പൈ നെറ്റ്വർക്കിൽ ഒരു KYC, ലൈവ് KYC ഇതെല്ലാവരും മസ്റ്റായിട്ട് കമ്പൽസറി ചെയ്യണം. ഒരു സെക്കൻഡ് മൈഗ്രേഷൻ ഇതോടുകൂടി നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല, എങ്കിലും നമ്മളത് ചെയ്യുകയാണ്. W കോയിനിൽ ഒരു ലിസ്റ്റിങ്, അതുപോലെ തന്നെ കുറച്ച് ടാസ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അരി ചെയിനിൽ നമ്മൾ ടെസ്റ്റ് നെറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറച്ച് ഓപ്ഷൻസ് കാണും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ടോക്കൺസ്, ഇതെനിക്ക് 1-2 ദിവസം ഞാൻ മിസ് ചെയ്തു. പുതുതായിട്ട് നമുക്കൊരു ടോക്കൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ട്വിറ്ററിൽ പോവുക, അതുപോലെ തന്നെ ഡെയിലി ടാസ്ക് ക്യൂസ് ഞാൻ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനറൽ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് എക്സ് ഫോളോ ചെയ്യാനും കുറച്ച് ഡിസ്കോഡ് എല്ലാം കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുക, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ബാക്കി വേറെ അപ്ഡേറ്റുകളൊന്നും ഇതിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അരി ചെയിനിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത് ചെയ്യാനുള്ളത് നമ്മുടെ പൈ നെറ്റ്വർക്കിലാണ്. പൈ നെറ്റ്വർക്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ KYC കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ വാലറ്റ് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ആദ്യത്തെ മൈഗ്രേഷൻ വാലറ്റ് ഹാക്ക് ചെയ്ത് പോയവർക്ക് എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഇനി നമ്മൾ മൈൻ ചെയ്യുന്ന കോയിൻസ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നമ്മൾ KYC ചെയ്തു, മൈഗ്രേറ്റ് ആയി, വിഡ്രോ ഒരു പ്രാവശ്യം എടുത്തവരാകട്ടെ എടുക്കാത്തവരാകട്ടെ അടുത്തൊരു നെക്സ്റ്റ് ഒരു വിഡ്രോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം മെയിൻ നെറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൈഗ്രേറ്റ് ആയ ടോക്കൺ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ വന്നിട്ട് ട്രാൻസ്ഫറബിൾ ബാലൻസ് കാണാൻ കഴിയും. ഇത് അൺവെരിഫൈഡ്. അപ്പോൾ ഇതിപ്പോൾ ഉടനെ കിട്ടാനുള്ള സാധ്യതയില്ല. ഇത് വന്നിട്ട് ഈ ട്രാൻസ്ഫറബിൾ ബാലൻസ് നമ്മുടെ പൈ ടുഡേ ജൂൺ 25 കിട്ടാനുള്ള ഒരു സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട്. പല ഇതിലും അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ചാനലുകളിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് ഈ കാണുന്ന ടോക്കൺസ് ഒരു ജൂൺ 25 നമുക്ക് റിലീസാകാനുള്ള ഒരു സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ കാണുന്ന മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് സ്ക്രോൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ 3ാമത് കാണുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓപ്പണായി വരും. നമ്മുടെ കയ്യിൽ ആൾറെഡി സീഡ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയാണോ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം യുവർ വാലറ്റ്, ഇത് എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. നമ്മുടെ വാലറ്റ് ഒന്നുകൂടെ നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്യണം. ആൾറെഡി നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തവരായിരിക്കാം. മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം ടോക്കൺ വിഡ്രോ ചെയ്ത് എക്സ്ചേഞ്ചിൽ സെല്ല് ചെയ്തവരായിട്ട് എങ്ങനെയുള്ളവരായാലും നിങ്ങൾ ഈ ഒരു ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാനുള്ള ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് കൂടെ കൊടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ നമ്മൾ കൺഫേം ചെയ്യുകയാണ് നമ്മുടെ വാലറ്റ് ഇത് തന്നെയാണ്, വേറെ മാറിയിട്ടില്ല, നമ്മുടെ വാലറ്റ് ഒന്നും ഹാക്ക് ചെയ്ത് പോയിട്ടില്ല എന്ന് പൈയുടെ കോർ ടീമിന് നമ്മൾ ഒന്നുകൂടെ കൺഫർമേഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ബാക്കി ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മൈഗ്രേറ്റ് ആണ്, എല്ലാ ഗതുവും ഗ്രീൻ ആണെങ്കിൽ ഈ കാണുന്ന മൈഗ്രേറ്റ് ടു മെയിൻ നെറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈവ് KYC ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ലൈവ്നെസ്. അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും. നിങ്ങളുടെ ഇമെയിൽ ബൈൻഡ് ചെയ്യണം. ഇമെയിൽ ബൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈവായിട്ടുള്ള KYC. പിന്നെ ഒരു റൗണ്ട് വരും. റൗണ്ടിൽ ഫേസ് കറക്റ്റായിട്ട് കാണിക്കുക. അവർ പിന്നെ ടേൺ റൈറ്റ് എന്ന് പറയും, അതിനുശേഷം ടേൺ ലെഫ്റ്റ് എന്ന് പറയും. ഈ ലെഫ്റ്റ് ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, പിന്നെ അപ്പ്, അതുപോലെ തന്നെ ഡൗൺ. ഇത്രയും ചെയ്തതിന് ശേഷം 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഇതൊരൊറ്റ പ്രാവശ്യം മാത്രമേ അവസരമുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം എന്താ പറയുക, നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ ചെയ്യുക. കാരണം ഇത് ധൃതി കാണിച്ച് ചെയ്ത് തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഇവിടെ ഒരു ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത്. അല്പം ഒന്ന് ടൈം എടുത്ത് ആയിരിക്കും ഇത് ഓപ്പണായി വരിക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മളുടെ ഇമെയിൽ ഏത് ഇമെയിൽ വെച്ചാണോ ഈ അക്കൗണ്ട് നിങ്ങൾ ആരംഭിച്ചത് ആ ഇമെയിൽ ഒരു പ്രാവശ്യം ഇവിടെ കൊടുക്കുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗെറ്റ് റെഡി ഫോർ ലൈവ്നെസ് ചെക്ക് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും.
എൻ്റെ ലൈവ്നെസ് ചെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞത് ചിരിക്കാൻ പറഞ്ഞു, റൈറ്റിലോട്ട് നോക്കാൻ പറഞ്ഞു, ലെഫ്റ്റിലോട്ട് നോക്കാൻ പറഞ്ഞു, മേളിലോട്ട് നോക്കാൻ, താഴോട്ട് നോക്കാൻ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ടൈമുള്ളപ്പോൾ സമാധാനത്തിൽ ചെയ്യുക, ധൃതി പിടിച്ച് ചെയ്യരുത്. ഒരു പ്രാവശ്യം ഇത് ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഈ ഓപ്ഷൻ വരത്തില്ല. രണ്ടാമത് വരും. നിങ്ങളുടെ മൈനിങ് അവസാനിച്ചതിന് ശേഷം ചിലപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോഴൊരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗോ ബാക്ക് ടു മൈനിങ് ആപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഓപ്ഷൻ കാണുന്നുണ്ട്. ഇനി നമ്മുടെ നോർമലായിട്ടുള്ള മൈനിങ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ സെക്കൻഡ് മൈഗ്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാണുന്ന ഈ ട്രാൻസ്ഫർ ബാലൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് മൈഗ്രേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിലും നമ്മൾ ഇത് നേരത്തെ ചെയ്യുകയാണ്. പിന്നീട് കണ്ട ഒരു അപ്ഡേറ്റാണ് ഡബ്ല്യു കോയിനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ലിസ്റ്റിംഗ് 2-3 പ്രാവശ്യം ഇങ്ങനെ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരു ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് പോലെ അതുപോലെ തന്നെ കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി നമ്മൾ ഇത് എല്ലാ ദിവസവും മൈൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ടോക്കൺസ് പോയിൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ 3 ദിവസം ഇന്നാക്റ്റീവ് ആണെങ്കിൽ ഈ ടോക്കൺസ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി ഇതിൽ ആക്റ്റീവ് ആയിരിക്കുക. ഇതിൽ വന്നിട്ട് ഡബ്ല്യു ഗാലക്സി നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഈ കാണുന്ന ഇവിടെ ഈ റിവാർഡ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പലർക്കും ഒരു എന്ത് ചെയ്യുക, ഒരു 3 വൗച്ചർ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഈ വൗച്ചർ എന്ത് ചെയ്യുക, ഇതുവരെയും ഞാൻ ക്ലെയിം ചെയ്തില്ലായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ക്ലെയിം ചെയ്തു. കാരണം ഇപ്പോൾ ഒരു ലിസ്റ്റിങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടോൺ ഗ്യാസ് ഫീ വേണം. 0.018 ആണെന്ന് തോന്നുന്നു. അത്രയും ഒരു ഗ്യാസ് ഫീ നിങ്ങളുടെ കയ്യിൽ ടെലഗ്രാം വാലറ്റിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇത് നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക. വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു 3 വൗച്ചർ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഒരു 30,000 ഡബ്ല്യു ടോക്കൺ കോയിൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ചെറിയ ഒരു ഗ്യാസ് ഫീ നമുക്ക് ഇവിടെ ആകുന്നുണ്ട്. 0.18 അല്ല, 0.18 ഗ്യാസ് ഫീ നമുക്കിവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസ് ഫീ നിങ്ങൾ ആദ്യം സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത്, മടങ്ങി നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് വരിക. വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടാസ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്രീ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടാസ്ക് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇവരുടെ ഏകദേശം ബിറ്റ്ഗെറ്റുമായിട്ടൊരു ടൈപ്പ് ആയിട്ടുണ്ട്. ഇത് 2-3 ടാസ്കുകളൊന്ന് ബിറ്റ്ഗെറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഗെയിം കളിക്കുക. ടൈമൊക്കെ ഉള്ളവർ ഗെയിം കളിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് മടങ്ങി വന്നാൽ മതി. അപ്പോൾ പ്രീ ലിസ്റ്റിംഗ് റിവാർഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോളോ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലിവിടെ നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ടാസ്ക് വന്നിട്ടുള്ളത് ബിറ്റ്ഗെറ്റ് ടാസ്ക്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം നമ്മൾ റിട്ടേൺ പോയാൽ മതി. ഇതിലൊരു ലൈക്കോ എന്തെങ്കിലുമോ കൊടുത്തതിന് ശേഷം മടങ്ങി നിങ്ങൾ പോവുക. മടങ്ങി നിങ്ങൾ പോയതിന് ശേഷം റിസീവ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫോളോ ബിറ്റ്ഗെറ്റ്. നിങ്ങൾ ബിറ്റ്ഗെറ്റ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ട്വിറ്ററിൽ നിങ്ങൾ ബിറ്റ്ഗെറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ആൾറെഡി ബിറ്റ്ഗെറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ റിട്ടേൺ പോവുക. റിട്ടേൺ പോയതിന് ശേഷം വെരിഫൈ ചെയ്യുക. ഒരു പ്രാവശ്യം റെഡി ആയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. ഇത് കൺഫേം ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഒരു ഗെയിമാണ്. ഇവരുടെ ഒരു തേർഡ് പാർട്ടി ഗെയിമാണ്. ഇത് നോക്കുക. ഇതിലും ജസ്റ്റ് ഒന്ന് പോവുക. പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അതിൽ എന്തെങ്കിലും സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റിട്ടേൺ ഇറങ്ങുക. ഓക്കെ, റിട്ടേൺ ഇറങ്ങി രജിസ്റ്റർ ചെയ്ത് ടൈമുള്ളവർക്ക് ഗെയിം കളിക്കാൻ. ഞാൻ ഗെയിമൊന്നും കളിക്കുന്നില്ല, ഞാൻ റിട്ടേൺ ഇറങ്ങുക. റിട്ടേൺ വന്നതിന് ശേഷം ഇത് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിപ്പോൾ റിസീവ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടാസ്ക് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കോയിൻസ് കളക്ട് ചെയ്യുക. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ WA എന്ന് പറയുന്ന ഈ കിട്ടുന്ന ഈ ടോക്കൺസ്, ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് കളക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതും നിങ്ങൾ കളക്ട് ചെയ്യുക. ഓക്കെ,
ഞാൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാണുന്ന ഈ പോയിൻറ്റുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക. ഇത് മിക്കവാറും ഏപ്രിൽ മാസത്തോടു കൂടി ഇത് ലിസ്റ്റാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ട്രഷറിയിൽ നിങ്ങൾ ഒരു 20 പോയിൻ്റൊക്കെ നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടിയതുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, അത് ഈ ഇതിൽ ബോക്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കോയിൻ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-2 പുതിയ മൈനിങ് പ്രോജക്റ്റുകൾ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യും. കുറച്ച് നാളായിട്ട് ഞാൻ പുതിയ പ്രോജക്റ്റുകളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഞാൻ ഈ ക്രിപ്റ്റോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.